എല്ലാവർക്കും നമസ്കാരം. ജന്മനക്ഷത്രവും ഇഷ്ടദേവതയും. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവതകളാണ് ഉപാസനാമൂർത്തികൾ. 27 നക്ഷത്രത്തിൽപ്പെട്ട എല്ലാ വ്യക്തികളും ഇനി പറയുന്ന നക്ഷത്ര ദേവതകളെ ആരാധിക്കുക. അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവായതിനാൽ ഗണപതിയെ ഇഷ്ടദേവനായി പൂജിക്കണം. കൂടാതെ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ക്ലേശപരിഹാരാർത്ഥം ഭജിക്കണം. വിനായക ചതുർത്ഥി വ്രതം ഏറെ ഗുണം ചെയ്യും. ഗണപതി കവചം, ഗണപതി സ്തോത്രം എന്നിവ ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ ദേവത യമൻ ആയതിനാൽ ശിവനെ പൂജിക്കുന്നതാണ് ഉത്തമം. ക്ലേശപരിഹാരത്തിന് സൂര്യദേവനെ പ്രാർത്ഥിക്കണം. ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്താം. ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ നടത്തുന്നത് ക്ലേശങ്ങൾ കുറയാൻ സഹായിക്കും. മേടക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെയും ഇടവക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാർ ദേവിയെയും പൂജിക്കണം. ദിവസവും സൂര്യദേവനെയോ ശിവനെയോ പ്രാർത്ഥിക്കണം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ലളിത സഹസ്രനാമം ജപിക്കണം. രോഹിണി നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ ഭജിക്കാം. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. ഞാവൽ വൃക്ഷം നട്ട് നനയ്ക്കുന്നത് ക്ലേശം കുറയ്ക്കും. ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളെയും ഉപാസിക്കണം. പൗർണമിയിൽ ദുർഗാദേവിയെയും അമാവാസിയിൽ ഭദ്രകാളിയെയും ദർശിക്കണം. തിങ്കളാഴ്ച വ്രതമെടുക്കുന്നത് ഗുണം ചെയ്യും. മകയിരം നക്ഷത്രം. മഹാലക്ഷ്മി, ദുർഗാദേവി എന്നീ ദേവിമാരിൽ ആരെയെങ്കിലും ഇഷ്ടദേവതയായി മകയിരം നക്ഷത്ര ജാതർക്ക് പൂജിക്കാം. സുബ്രഹ്മണ്യ ഭജനവും ഭദ്രകാളി ഭജനവും ഗുണം ചെയ്യും. ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നത് ഉത്തമമാണ്. ചന്ദ്രപ്രീതികരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുക. ഇടവക്കൂറുകാർ ശുക്രനെയും മിഥുനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തണം. തിരുവാതിര നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ ശിവനാണ്. ഏതൊരു പ്രവൃത്തിയും ശിവസ്മരണയോടെ ചെയ്യുക. രാഹുവിനെയും സർപ്പദൈവങ്ങളെയും ആരാധിക്കുന്നത് ഗുണം ചെയ്യും. ജന്മനക്ഷത്ര നാളിൽ രാഹുവിനെ ആരാധിക്കുക. പുണർദം നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവൻ കൃഷ്ണനാണ്. ശ്രീരാമനെയും ആരാധിക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ക്ലേശം കുറയ്ക്കാൻ സഹായിക്കും. പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തണം. പൂയം നക്ഷത്ര ജാതരുടെ ഇഷ്ടദേവൻ വിഷ്ണു ഭഗവാനാണ്. ശനിയാഴ്ച വ്രതവും ശനിഭജനവും അനുഷ്ഠിക്കണം. പൂയവും ശനിയാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ ശാസ്താപൂജയോ ശനീശ്വര പൂജയോ ചെയ്യുന്നത് ക്ലേശം കുറയ്ക്കാൻ സഹായിക്കും. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക. ആയില്യം. നാഗദൈവങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത. ശിവനെ ആരാധിക്കുന്നതും ഉത്തമമാണ്. നാഗരാജാവ്, നാഗയക്ഷി തുടങ്ങിയ ദേവതകളെ സ്മരിച്ച് വിശേഷ അവസരങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക. ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങൾ ക്ഷേത്രദർശനം നടത്തുക. മകം നക്ഷത്രം. ശിവനാണ് ഇവരുടെ ഇഷ്ടദേവൻ. ഇവർക്ക് പിതൃപൂജയാണ് ഗുണകരം. പിറന്നാളിന് ഗണപതി ഹോമം നടത്തിയാൽ ഗുണം ചെയ്യും. മകം, മൂലം, അശ്വതി എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക. മകവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ശിവപൂജയും നടത്തുക. പൂരം നക്ഷത്രക്കാരുടെയും ഇഷ്ടദേവൻ ശിവനാണ്. മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതും ഉത്തമമാണ്. പൂരവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുക. ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം ചെയ്യുന്നതും ഗുണം ചെയ്യും. പൂരം നാളിൽ ശിവപൂജയും ലക്ഷ്മി പൂജയും നടത്തണം. ഉത്രം നക്ഷത്രം. ഈ നക്ഷത്രക്കാർ ശാസ്താവിനെയാണ് പൂജിക്കേണ്ടത്. പതിവായി ശാസ്താക്ഷേത്രം ദർശനം നടത്തുന്നത് ശബരിമല ദർശനം നടത്തുന്നതും അഭികാമ്യമാണ്. ഞായറാഴ്ചയും ഉത്രാടവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ പൂജകൾക്ക് വളരെ നല്ലതാണ്. ഉത്രം, ഉത്രാടം, കാർത്തിക എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക. ശിവക്ഷേത്ര ദർശനവും ശിവപൂജയും ഉത്രം നക്ഷത്ര ജാതകർക്ക് ഗുണം ചെയ്യും. ആദിത്യ ഹൃദയജപം ഉടൻ ഫലം ലഭിക്കാൻ സഹായിക്കും. അത്തം നക്ഷത്രം. ഈ നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ഗണപതിയാണ്. ആദിത്യ ഹൃദയം പതിവായി ജപിക്കുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അത്തം, തിരുവോണം, രോഹിണി എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക.
ഗണപതി ഹോമം വഴിപാടായി നടത്തുന്നതും ഗണപതിക്ക് കറുകമാല ചാർത്തുന്നതും ഉത്തമമായിരിക്കും. ചിത്തിര നക്ഷത്രം. ദേവി ഉപാസനയാണ് ഈ നക്ഷത്രക്കാർക്ക് ഗുണകരം. ഭദ്രകാളിയാണ് ഇഷ്ടദേവത. ലളിത സഹസ്രനാമം ഗുണം ചെയ്യും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ചോതി നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവൻ ഹനുമാനാണ്. സർപ്പദൈവങ്ങളെ ആരാധിക്കുന്നതും ലക്ഷ്മി ഭജനം നടത്തുന്നതും ഗുണകരമാണ്. ചോതിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വ്രതമെടുക്കുക. വിശാഖ നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ബ്രഹ്മാവിനെ പൂജിക്കണം. വ്യാഴാഴ്ചകളിൽ വിഷ്ണു പൂജയും വിഷ്ണു സഹസ്രനാമവും ഗുണം ചെയ്യും. അനിഴം നക്ഷത്രം. ഈ നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ഭദ്രകാളിയാണ്. കാളി മന്ത്രജപം പ്രശ്നപരിഹാരത്തിന് സഹായിക്കും. ശാസ്താഭജനവും ക്ഷേത്രദർശനവും ഗുണം ചെയ്യും. ശനിയാഴ്ചയും അനിഴവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. തൃക്കേട്ട നക്ഷത്രം. ഇന്ദ്രനെയാണ് ഈ നക്ഷത്രക്കാർ പൂജിക്കേണ്ടത്. തൃക്കേട്ട നക്ഷത്രവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുക. കൃഷ്ണക്ഷേത്ര ദർശനവും ഗുണം ചെയ്യും. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും പൂജിക്കുന്നതും ഉത്തമമാണ്. മൂലം നക്ഷത്രം. ഈ നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ ശിവനാണ്. ദിവസവും ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഗുണം ചെയ്യും. ഗണപതിയെ ഭജിക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യും. വ്യാഴാഴ്ചയും മൂലം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായ കാര്യമാണ്. പൂരാട നക്ഷത്രം. ഇഷ്ടദേവൻ വരുണനാണ്. മഹാലക്ഷ്മി ഭജനവും അന്നപൂർണേശ്വരി ഭജനവും ഗുണം ചെയ്യും. ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ നടത്തണം. പൂരാടവും വ്യാഴാഴ്ചയും ഒത്തുവരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ്. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ശിവനെയും വിഷ്ണുവിനെയും പൂജിക്കണം. സൂര്യോദയ ശേഷം ആദിത്യനെ തൊഴുത് നമസ്കരിക്കുന്നത് ഉത്തമമാണ്. ശിവരാത്രി വ്രതം, ഞായറാഴ്ച വ്രതം എന്നിവ ഗുണം ചെയ്യും. തിരുവോണം നക്ഷത്രം. ഇഷ്ടദേവൻ വിഷ്ണുദേവനാണ്. ശനിയാഴ്ച തോറും ശാസ്താഭജനം, ശനീശ്വര പൂജ, അന്നദാനം എന്നിവ നടത്തുക. തിരുവോണം നാളിൽ തന്നെ നടത്തണം. അവിട്ടം നക്ഷത്രം. ഇഷ്ടദേവതയായ ദേവിയെ അല്ലെങ്കിൽ ഭദ്രകാളിയെയാണ് ഈ നക്ഷത്രക്കാർ ആരാധിക്കേണ്ടത്. നക്ഷത്രാധിപൻ ചൊവ്വ ആയതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യണം. സുബ്രഹ്മണ്യ ഭജനം നടത്തുക, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക എന്നിവ വളരെ ഉത്തമമാണ്. ചൊവ്വാഴ്ച ദിവസമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ചതയം നക്ഷത്രം. സർപ്പമോ വരുണനോ ആണ് ഇഷ്ടദേവത. ജന്മനക്ഷത്രത്തിൽ രാഹുപൂജ നടത്തുന്നത് ഉത്തമമാണ്. കുടുംബത്തിൽ സർപ്പക്കാവുണ്ടെങ്കിൽ അവ സംരക്ഷിക്കുകയും കടമ്പുമരം വെച്ച് പിടിപ്പിക്കുകയും വേണം. പൂരുരുട്ടാതി നക്ഷത്രം. ഇവരുടെ ഇഷ്ടദേവത ഭദ്രകാളിയാണ്. ജന്മനക്ഷത്രവും തോറും വിഷ്ണു പൂജ, വിഷ്ണു സഹസ്രനാമം എന്നിവ നടത്തണം. ശനിയെ പ്രീതിപ്പെടുത്തുന്നതും ഗുണം ചെയ്യും. ഉത്രട്ടാതി നക്ഷത്രം. ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ് ഈ നക്ഷത്ര ജാതരുടെ ഇഷ്ടദേവത. വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുക. അവസാനത്തെ നക്ഷത്രം രേവതി. രേവതി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ വിഷ്ണുവും ദേവിയുമാണ്. ദിനവും വിഷ്ണു മന്ത്രമോ ലക്ഷ്മി മന്ത്രമോ ജപിക്കുക. ക്ലേശങ്ങൾ ഇല്ലാതെയാകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.